പ്രണയവിവാഹത്തോടെയായിരുന്നു എലിസബത്ത് വാർത്തകളിൽ ഇടം നേടിയത്. സന്തോഷകരമായിരുന്നു എല്ലാം എന്ന് ഭാവിച്ചായിരുന്നു കുറേ കാലം കഴിഞ്ഞിരുന്നത്. സഹിക്കാനാവുന്നതിനും അപ്പുറത്തുള്ള കാര്യങ്ങളായിരുന്നു സംഭവിച്ചത്. അത്രയേറെ ഇഷ്ടമായിരുന്നു അദ്ദേഹത്തെ, അതുകൊണ്ടാണ് പലതും സഹിച്ചത്. എന്നാൽ എന്നെ ഒഴിവാക്കാനായിരുന്നു ആളുടെ തീരുമാനം. അങ്ങനെയാണ് ഇറങ്ങിപ്പോന്നതെന്ന് എലിസബത്ത് പറഞ്ഞിരുന്നു. സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് തുറന്ന് പറഞ്ഞു തുടങ്ങിയതോടെയായിരുന്നു എലിസബത്തിന് ജനപിന്തുണ കൂടിയത്. സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു അവർ ജീവിത വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നത്. കുറച്ചു കാലം ബ്ലോഗോ പോസ്റ്റോ വന്നില്ലെങ്കിൽ അന്വേഷിക്കണമെന്ന് അവർ പറഞ്ഞിരുന്നു. പ്രാക്ടീസും PG പഠനവുമൊക്കെയായി തിരക്കിലാണ്. അതിനിടയിലാണ് ബ്ലോഗുകൾ ചെയ്യുന്നത്. കുഴപ്പമില്ല എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് റീലുകൾ ചെയ്തിരുന്നതെന്നും എലിസബത്ത് പറഞ്ഞു. ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് കാലൊന്നു ടെസ്റ്റായിരുന്നു. റോഡിലായിരുന്നു വീണത്. നേരത്തെ ലിഗമെൻറ്റിന് പ്രശ്നമുണ്ടായിരുന്നു. എനിക്ക് വട്ടാണെന്ന് തെളിയിക്കാനായി ചിലരൊക്കെ എൻ്റെ നടത്തത്തെക്കുറിച്ചും പറഞ്ഞിരുന്നു. അവളുടെ നടത്തം കണ്ടാൽ അറിയില്ലേ വട്ടാണെന്നായിരുന്നു പറഞ്ഞത്. എനിക്ക് ലിഗമെൻറ്റിന് പ്രശ്നമുണ്ടായിരുന്നു. അന്ന് സർജറിയൊക്കെ പറഞ്ഞിരുന്നു. അത് ചെയ്തിരുന്നില്ല. കറക്റ്റ് സെറ്റാകാത്തത് കൊണ്ടാണ് നടപ്പിൽ പ്രശ്നം വന്നത്. അത് മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമാവുമെന്ന് വരുത്തി തീർക്കുകയായിരുന്നു. അത് വിശ്വസിക്കാനും കുറേ പേരുണ്ടായിരുന്നു. ഇതൊക്കെ അടുത്തിടെയാണ് ഞാൻ അറിഞ്ഞത്. അവളുടെ ഭക്ഷണം കഴിപ്പ് കണ്ടില്ലേ, എത്ര ഭക്ഷണമാണ് കഴിക്കുന്നത്. ഞാൻ കഴിച്ചതിൻ്റെ കണക്ക് വരെ പറഞ്ഞിരുന്നു. കല്യാണത്തിന് മുൻപ് എന്നെ കണ്ടാൽ പട്ടിണിക്കോലം പോലെയായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോഴാണ് മനുഷ്യക്കോലമായിരുന്നു എന്ന കമൻറ്റ് കണ്ടിരുന്നത്. കഴിച്ച ഫുഡിൻ്റെ കണക്ക് വരെ കേൾക്കേണ്ടി വരുന്നത് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സ്ട്രെസ്സ് കൂടുമ്പോൾ തടി കൂടും. ഭക്ഷണവും കൂടുതൽ കഴിക്കാൻ തോന്നും. ഉറക്കം ശരിയായില്ലെങ്കിലും തടി കൂടും. 3-4 വർഷം മുൻപ് 70-71 കിലോ ആയിരുന്നു ഞാൻ. കറക്റ്റ് BMI ആയിരുന്നു അന്ന്. എൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനൊന്നും കുറവില്ലായിരുന്നു. കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ നടത്തിയിരുന്നു. നീ വാരിത്തന്നില്ലെങ്കിൽ ഞാൻ കഴിക്കില്ലെന്ന് എന്നോട് പറയും. ഞാൻ ചെന്നില്ലെങ്കിൽ ഫുൾ അവൾ കഴിച്ചു തീർക്കും. എനിക്ക് ഭക്ഷണം കിട്ടില്ലെന്ന് അതിൻ്റെ ബാക്കിൽ പറയും. അത്രയും ആർത്തിയാണെന്ന സംസാരമായിരുന്നു ബാലയ്ക്കുണ്ടായിരുന്നതെന്നാണ് എലിസബത്ത് പറയുന്നത്.